നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിനകത്ത് കയറി എന്തും ചെയ്യാൻ നിനക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല. അങ്ങനെ ചെയ്യാന്ന് വെച്ചാല് അത് നിന്നെ കൊണ്ടേ പോവൂ. നിങ്ങളാരാ സദാചാര പോലീസോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂം വരെ കയറി വരാൻ നിങ്ങൾക്ക് ആരാ ലൈസൻസ് തന്നത്? നീ ചെയ്തതിനെല്ലാം എന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നീ മാത്രം നന്നാവെന്ന് കരുതിയിട്ടല്ല, എന്റെ ആങ്ങളെയും ഞാനും ഒക്കെ രക്ഷപ്പെടുന്നു കരുതിയാ. എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ കാര്യം നേടാനാ. എന്റെ ആങ്ങളെ വൈശാഖിനെ തേക്കാനാണ് നിന്റെ അടുത്ത ഭാവമെങ്കില് നീ വിവരം അറിയൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട. എടി, മീനാക്ഷിയുടെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് നീ ഓരോന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു നിന്റെ ഉദ്ദേശം. കാണുന്ന ആണുങ്ങളെല്ലാം ചതിച്ചേക്കാന്ന് നീ നേർച്ച തന്നിട്ടുണ്ടോടി? ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ എന്റെ ബെഡ്റൂമിന് മുന്നിൽ നിന്ന്? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ചോദിച്ചത് കേട്ടില്ലേ, എന്താ ഇവിടെ പ്രശ്നം? എന്താ മാലതി പ്രശ്നം? എനിക്കത് പറയാൻ നാണക്കേടുണ്ട്. അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നു. ഇവളോട് ചോദിക്ക്, ഇവള് പറയും. എന്താടി നേരം വെളുത്തപ്പോഴേ ഇവിടെ ഒരു വഴക്ക്, അതും കാർത്തിമോന്റെ മുറിവാതിൽക്കൽ. ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവിന്റെ ഒപ്പമാ കിടന്നത്. അതിനിവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭർത്താവിനൊപ്പോ? ആ, ഭർത്താവിന്റെ ഒപ്പം. നിങ്ങളാരും നിങ്ങളുടെ ഭർത്താവിന്റെ ഒപ്പം അല്ലേ കിടക്കുന്നത്? കാർത്തിക് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് കാർത്തിയോടൊപ്പാ കടന്നത്. കാർത്തിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി എന്ത് സന്തോഷത്തിലായിരുന്നു നമ്മള്, അല്ലേ കാർത്തിക്? പഴയതുപോലെ. നന്നായിപ്പോ. വൃത്തികേട് പറയുന്നോടി. ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്ക. കാർത്തി, ഇവള് പറയുന്നൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഈ നെറുകെട്ടവള് പറയുന്നതെല്ലാം പച്ചക്കള്ളോ. ഇവള് പച്ചക്കള്ളേ പറയൂ, അതിവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ കള്ളൊന്നും അല്ല പറയുന്നത്. എന്താ കാർത്തി ഇവരോടൊക്കെ ഇത് തുറന്നു പറഞ്ഞ? ഇവരെന്താ തൂക്കിക്കൊല്ലോ? നീ എന്നെ ഒരു കൊലപാതകയാക്കി മാറ്റരുത്. അവനവന്റെ ഭാര്യയോടൊപ്പം അന്തി ഉറങ്ങുന്നത് ഒരു തെറ്റാണോ? ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? മാലിന്യ കൂമ്പാരമായല്ലോ എന്റെ ഈ തറവാട്. ഇനിയും നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇതിനകത്ത് സർവീസ് റിവോൾവർ ഇരിപ്പുണ്ട്, എടുത്ത് ഞാനങ്ങ് പൊട്ടിക്കും. സ്നേഹമുള്ള ഭർത്താവിനാൽ കൊല്ലപ്പെടുന്നത് ഭാര്യയ്ക്കൊരു പുണ്യവാ. ഞാൻ കാർത്തിന്ന് മന്ത്രിച്ചോണ്ട് മരിക്കും. അയ്യടാ, എന്റെ മകനെ കൊണ്ട് കൊല്ലിക്കാനും അങ്ങനെ അവനെ ജയിലിൽ കയറ്റാനും നീ ശ്രമിക്കണ്ട. നീ ആ വൈശാഖിന്റെ അടുത്തേക്ക് ചെല്ല്, അവൻ നിന്നെ കൊന്നുവരും. അവൻ ഇറച്ചിവിട്ട് നന്നായിട്ട് അറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.